ഹലോ എവരി വൺ, IVF ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചേക്കുക. വീണ്ടും ഞാനൊരു IVF വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. IVFിൻ്റെ സക്സസ് ടിപ്പ് അല്ലെങ്കിൽ IVF ചെയ്യാൻ പോകുന്നവർ ഈ കാര്യങ്ങളൊന്നും അറിയാതെ പോകരുത്. അതായത് എംബ്രിയോ ട്രാൻസ്ഫർ എല്ലാം കഴിഞ്ഞ് നമ്മൾ സക്സസ് ആകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ജനറലി IVF ചെയ്യാൻ പോകുന്ന ആൾക്കാർ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. എംബ്രിയോ ട്രാൻസ്ഫർ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും പിന്നെ ടെൻഷനായി, വേവലാതിയായി. എനിക്ക് റിസൾട്ട് പോസിറ്റീവ് ആകും, പിറ്റേ ദിവസം പോലെ തുടങ്ങും സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തോ, മറ്റേ ആൾക്ക് ആ സിംറ്റം ഉണ്ട്, എനിക്ക് ഈ സിംറ്റം ഇല്ല, പക്ഷേ നമുക്ക് റിസൾട്ട് പോസിറ്റീവ് ആകോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ പിറ്റേ ദിവസം പോലെ തുടങ്ങിയായി. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത് ഈ സിംറ്റംസ് തേടിയുള്ള യാത്ര അത് അവസാനിപ്പിക്കുക. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പം നമ്മുടെ കൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള മറ്റേ ആൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവും, എനിക്ക് യാതൊരു സിംറ്റംസും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ട്രാൻസ്ഫർ ചെയ്ത ആൾക്കാരോടെല്ലാം സിംറ്റംസ് ഉണ്ടോയെന്ന് അന്വേഷിച്ച് നടക്കാതിരിക്കുക. നമ്മൾ മാക്സിമം ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുക. നമുക്ക് മനസ്സിന് സന്തോഷമുള്ളത് എന്താണോ ആ കാര്യം നമ്മൾ ചെയ്യുക. ഈ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള കാര്യം തന്നെ ഇങ്ങോട്ട് മറന്നേക്കുക. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ മറന്നേക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി എക്സസൈസ് ചെയ്യാനൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് അധികം സ്ട്രെയിൻ വരാത്ത കാര്യങ്ങൾ, നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് പാട്ട് കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ ടെൻഷൻ മാറ്റുക. ദിവസേന ഒരു 8 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങുക. ഉറങ്ങിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എനർജിയും നമുക്ക് ആ ടെൻഷനൊക്കെ റിലീവ് ആവും. ദിവസം ഒരു 8 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നതിന് സഹായിക്കും. അപ്പോൾ 8 മണിക്കൂർ എങ്കിലും ഉറങ്ങുക. പിന്നെ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാകും, ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ചിലർക്ക് ജെല്ലായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ സസ്റ്റൻ പോലുള്ള ടാബ്ലറ്റ്സ് ആയിരിക്കും വജൈനൽ വെക്കാൻ കൊടുക്കുക. അപ്പോൾ വജൈനൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ടാബ്ലറ്റ് ലീക്കായി പോകുന്നു. അപ്പോൾ ഞാൻ വെച്ച ടാബ്ലറ്റ് മുഴുവൻ പുറത്തേക്ക് പോവുകയാണോ, അല്ലെങ്കിൽ എനിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഞാൻ വെച്ചത് ശരിയല്ലാഞ്ഞിട്ടാണോ, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാകും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത് വജൈനൽ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെച്ചതിന് കുറച്ച് ഭാഗം ലീക്കായിട്ട് പോകും. അത് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബാലൻസ് ഉള്ളത് പോകുന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വജൈനലായിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ കിടക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മതിയും. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ടാബ്ലറ്റ്സ് അത് യൂട്രസിലേക്ക് അത്യാവശ്യത്തിന് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. ബാലൻസ് ഉള്ള പോർഷനാണ് മെഡിസിൻ ക്വാളിറ്റി അല്ലെങ്കിൽ ശരീരത്തിൽ കിട്ടിയിട്ടുണ്ടാകും. ബാലൻസ് ഉള്ളത് കുറച്ച് ലീക്കായിട്ട് പോകും. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഒരാൾക്ക് മാത്രമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് ഓർത്ത് ഒരു ടെൻഷൻ വേണ്ട. പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ടാവും സ്റ്റെപ്പ് കയറാമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറുന്നത് പറ്റുമെങ്കിൽ ഒഴിവാക്കുക എന്ന് തന്നെയാണ്. ഞാൻ ദിവസത്തിൽ 2 പ്രാവശ്യം സ്റ്റെപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് റിസൾട്ട് പോസിറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്റ്റെപ്പ് കയറിയതുകൊണ്ട് മാത്രം നെഗറ്റീവ് റിസൾട്ട് ആകുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. പക്ഷേ 2 പ്രാവശ്യത്തിൽ കൂടുതൽ സ്റ്റെപ്പ് കയറരുതെന്ന് എന്നോട് ഡോക്ടർ പ്രത്യേകം അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആവശ്യത്തിന് വിശ്രമം എടുക്കുക. നമ്മുടെ ശരീരം ക്ഷീണിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തോന്നുമല്ലോ, അപ്പോൾ എനിക്ക് കുറച്ച് സ്ട്രെയിൻ ആയിട്ട് തോന്നി, നമ്മൾ ക്ഷീണിച്ചു എന്ന് തോന്നുമല്ലോ. അപ്പോൾ നമ്മൾ ക്ഷീണിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം മാറ്റാനായിരിക്കും ശരീരത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ സെക്കൻഡറി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ക്ഷീണം വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് കയറി ഇറങ്ങാതിരിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ നിന്ന് കിടന്നുറങ്ങാനല്ല ഉദ്ദേശിക്കുന്നത്. രാത്രിയിൽ 8 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങുക. പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഉറക്കം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ സമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ അടുത്തൊരു ഡൗട്ട് ഉണ്ടാകും, ചില ആൾക്കാർ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ കുളിക്കാറില്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസവും തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുനിഞ്ഞു നിവർന്നുള്ള ജോലികൾ, അത് IVF ആയാലും IUI കഴിഞ്ഞാലും കുനിഞ്ഞു നിവർന്നുള്ള ജോലികൾ ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ ഒരുപാട് കുനിഞ്ഞല്ല, ഞാൻ ഷവറിൽ അല്ലെങ്കിൽ ഞാനൊരു കസേരയിൽ ബക്കറ്റ് കയറ്റി, എനിക്ക് ഷവറിൽ കുളിക്കുന്ന അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കസേരയിൽ ഒരു ബക്കറ്റ് കയറ്റി വെച്ചിട്ട് എൻ്റെ ഹൈറ്റിന് ഏകദേശം ഒപ്പാക്കിയിട്ട് വെള്ളം തലയിൽ കോരി ഒഴിക്കുകയാണ് ചെയ്തത്. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് തലയൊന്നും തോർത്തിയിട്ടില്ല. ഭയങ്കരമായിട്ട് തേച്ചൊറിച്ച് എണ്ണയൊക്കെ തേച്ച്
പ്രത്യേകിച്ച് ഭയങ്കര വിസ്തരിച്ചുള്ള കുളിയൊന്നും കുളിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എല്ലാ ദിവസവും കുളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തല നനച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള മെഡിസിൻസ് എല്ലാം കൃത്യസമയത്ത് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമുള്ള മെഡിസിൻസ് എല്ലാം തന്നെ ഇംപ്ലാന്റേഷന് ഹെൽപ്ഫുൾ ആകാനുള്ള മെഡിസിൻസ് ആയിരിക്കും. മെയിനായിട്ടും അതിലെ ഫോളിക് ആസിഡ്, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, പിന്നെ പ്രൊജസ്ട്രോൺ ആയിരിക്കും മെയിനായിട്ട്. പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷൻസ് എടുക്കാനുണ്ടോ? അപ്പോൾ പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷനാണ് ഇത് ഇംപ്ലാന്റ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആക്കുന്നത്. അപ്പോൾ പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷൻ ഒരു ദിവസം മിസ്സായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ റിസൾട്ട് നെഗറ്റീവായി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യസമയത്ത് എടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് നെഗറ്റീവ് ആവുമെന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലീഡിങ്, സ്പോട്ടിങ് അങ്ങനെ പലതും കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മെഡിസിൻസ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞത്. പിന്നെ ഫുഡ് ഡയറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്താമെന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതായത് ഞാൻ കഴിച്ചിട്ടുള്ള മെയിനായിട്ട് എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് കിവി, അവക്കാഡോ, റോബസ്റ്റ പഴം. ഇത് മൂന്നും IVF സ്റ്റാർട്ടിങ്ങിൽ എക്യോളിറ്റി കൂട്ടുന്നതിനും ഹെൽപ്ഫുള്ളാണ്, അതുപോലെ തന്നെ ഇംപ്ലാന്റേഷനും ഹെൽപ്ഫുള്ളാണ്. പക്ഷെ ഇത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഇംപ്ലാന്റേഷൻ ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു ഫുഡ് ഐറ്റംസിലുള്ളതാണ് കിവി, അവക്കാഡോ, റോബസ്റ്റ് വേണം. പിന്നെ നട്ട്സ് വാൾനട്ടാണ് ഏറ്റവും നല്ലത്. ഞാൻ അതാണ് കൂടുതൽ കഴിച്ചിട്ടുള്ളത്. ബദാമും കാഷ്യൂനട്ട് അത്ര ഉപയോഗിച്ചിട്ടില്ല. കാരണം ചിലപ്പോൾ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാൾനട്ടും ബദാമുമാണ് ഞാൻ മെയിനായിട്ട് കഴിച്ചിട്ടുള്ളത്. പിന്നെ പുറത്തു നിന്നുള്ള ആഹാരം കഴിവതും ഒഴിവാക്കുക. അത് വറുത്തതും പൊരിച്ചതും സ്പൈസി ആയിട്ട് ഇപ്പോൾ ഫ്രൈഡ് റൈസ് പോലുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിനോമോട്ടോ ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അജിനോമോട്ടോ അടങ്ങിയ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി അല്ല. അപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കുക. പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അത് ഒരു തരത്തിൽ നല്ലത്, പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് ഇംപ്ലാന്റേഷന് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മധുരമുള്ള ബേക്കറി പലഹാരങ്ങൾ അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ള ധാരാളം വെള്ളം കുടിക്കുക. ഒരു ദിവസം 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക. അപ്പോൾ അത് IVF ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഈ വെള്ളം കുടിച്ചു തുടങ്ങുക. അപ്പോൾ ധാരാളം നമുക്ക് ആദ്യത്തെ ഇഞ്ചക്ഷൻ്റെ സമയത്ത് നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഈ വെള്ളം കുടിക്കുമ്പോൾ മൂലം ശരീരത്തിന് നല്ലൊരു സുഖം കിട്ടുന്നതായിരിക്കും. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ദിവസം 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക. കാരണം നമ്മൾ അത്രയധികം മരുന്നുകളൊക്കെ എടുക്കുന്നുണ്ട്, ശരീരത്തിൽ ധാരാളം ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഹോർമോൺ ബാലൻസിന്, ഇംപ്ലാന്റേഷൻ ഹെൽപ്ഫുൾ ആക്കുന്നതിനും പിന്നെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതിനും ഒക്കെ ഈ വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ നിങ്ങൾ ഫുൾ ടൈം കിടന്നുറക്കാതെ അല്പസമയം അത്യാവശ്യം നടക്കുകയൊക്കെ ചെയ്യുക. ചെറിയ എക്സസൈസ്, ലൈറ്റ്, അതായത് ഭയങ്കര എക്സസൈസ് അല്ല, ഹെവി എക്സസൈസ് ചെയ്യുന്നവർ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ലൈറ്റായിട്ട് എക്സസൈസ്, നടക്കുക തുടങ്ങിയ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും യൂട്രസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടും. അപ്പോൾ അത് ഇംപ്ലാന്റേഷന് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നടക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഒരുപാട് ടെൻഷനുള്ള ആൾക്കാർ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ബ്രീത്തിങ് എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിന് ടെൻഷൻ കുറഞ്ഞ് റിലാക്സേഷൻ വരും. അപ്പോൾ നമ്മൾ ടെൻഷനൊക്കെ കുറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു കുഞ്ഞിന് സ്വപ്നം കണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും റിസൾട്ട് പോസിറ്റീവ് തന്നെയായിട്ടായിരിക്കും വരിക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ട് ഈ ടിപ്പൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.